കക്കാടംപൊയിൽ ഒരു വീട് റിസോർട്ടാക്കി അതിൽ മനോഹരമായിട്ടുള്ള വ്യൂകളും നല്ല ബെഡ്റൂം സൗകര്യങ്ങളും സ്വിമ്മിംഗ് പൂളും ഒരുപാട് ഗെയിമിംഗ് ആക്ടിവിറ്റീസും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും അടക്കമുള്ള ഒരു പാക്കേജിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കക്കാടംപൊയിൽ ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറഞ്ഞ ചിലവിൽ 10-15 പേരായിട്ടൊരു റിസോർട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ചില കടകളൊക്കെ ഉണ്ട്, പക്ഷെ കുറവാണ്, കടകളൊക്കെ കുറവാണ്. റോഡ് വളരെ മോശമായിട്ടുള്ള റോഡാണ്. പോട്ടെ, ഇതൊരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ആയിട്ടാണ് ഇവിടെ കണ്ടത്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, താമസക്കുള്ള സ്ഥലം തന്നെയാണ് ഈ ഒരു റൂട്ട്. ഇവിടെ ഒരു ടൗൺ ഉണ്ട്, ചെറിയൊരു ടൗണാണ്. 2-3 കടകളൊക്കെ ആയിട്ട് പാലം, ചെറിയൊരു പൂമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ചില ഹെയർ പിന്നുകളുണ്ട്. ഇവിടെ മുതൽ നല്ല റോഡാണ്. കക്കാടംപൊയിൽ ഏകദേശം എത്താറായിട്ടുണ്ട്. ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ ഇപ്പോൾ റിസോർട്ടുകളിൽ. കക്കാടംപൊയിൽ എത്തിയിട്ടുണ്ട്. കക്കാടംപൊയിൽ ഇതൊരു ചെറിയൊരു ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുമ്പാറ, കോഴിപ്പാറി വെള്ളച്ചാട്ടം ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ കക്കാടംപൊയിൽ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ടൗണാണ്, ഒരു ടൗൺ സിറ്റി. കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റിസോർട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. റിസോർട്ട് റോഡ് ഇതാണ്. ചെറിയൊരു വഴിയുണ്ടത്, ചെറിയൊരു വഴിയാണ് റിസോർട്ട്. അത്യാവശ്യം നല്ല കയറ്റുണ്ട്. വലിയ വണ്ടികളൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ റിസോർട്ടുകളുണ്ട്, പുതിയ വരുന്ന റിസോർട്ടാണ്. നമ്മുടെ റിസോർട്ട് താഴത്തായിട്ടാണ് വരുന്നത്. ഇതാണ് റിസോർട്ട് വരുന്നത്. ഒരു പഴയ വീട് റിസോർട്ടാക്കി എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ കാഴ്ച നമ്മളെ റിസോർട്ട് പറയുന്നത് ഇവിടെ ഒരു പൂള് ഉണ്ട്, അതുപോലെ ഗാർഡൻ, നല്ല റൂമുകളും കാര്യങ്ങളും, നല്ല വൃത്തിയുള്ള നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഇവിടെ നിന്ന് ഇതുപോലെ നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു ഹിൽ ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ട്. കക്കാടംപൊയിൽ ടൗൺ ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിന്റെ താഴെ ആയിട്ടാണ്. കക്കാടംപൊയിൽ ടൗണിൽ നിന്ന് 800 മീറ്റർ ദൂരമാണ് ഈ ഒരു റിസോർട്ടിലുള്ളത്. അത്യാവശ്യം വലിയൊരു സ്വിമ്മിംഗ് പൂള് തന്നെ ഇവിടെ ഉണ്ട്. ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ടുള്ളതാണ്. അത്യാവശ്യം ഒരു 10 പേരൊക്കെ പാടി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബായിരിക്കും. അങ്ങനത്തെ ഒരു റിസോർട്ടാണിത്. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. ഇതൊരു റൂമാണ് വരുന്നത്. റൂം കണ്ടോ, വാവ്, നല്ലൊരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, നല്ല സൗകര്യം. ഇത് വേറെ റൂമാണ്. ഇവിടെ 2 പേർക്കും, ഇവിടെ ഒരു 3 പേർക്ക്, ഇവിടെ ഒരു 2-3 പേർക്ക് കിടക്കാൻ പറ്റും. മറ്റൊരു ബെഡ്റൂമാണ്. ഇവിടെ 3 പേർക്ക് കിടക്കാൻ പറ്റും. പിന്നെ ഒരു ഹാള് വരുന്നുണ്ട്, ഒരു കിച്ചണിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും. ആവശ്യമുള്ളത് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതാണെന്നുള്ള നല്ല സൗകര്യമാണ്. ഒരു പുതിയൊരു റിസോർട്ട് തന്നെയാണിത്, പുതിയതായിട്ട് തുടങ്ങിയതാണ്, ഒരു വീട് റിസോർട്ടാക്കിയതാണ്. ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള വൃത്തിയുള്ള ബാത്റൂമാണ് വരുന്നത്. പുതിയ റിസോർട്ടാണല്ലോ, അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇതിൽ തന്നെ പോകും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കിച്ചൺ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ രീതിക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റി. അതേപോലെ തന്നെ ചായ ഉണ്ടാക്കാനും ചായപ്പൊടിയൊക്കെ ഇവിടെ ഉണ്ട്. മറ്റു പാത്രങ്ങൾ സൗകര്യമൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. അൽഫാം ഗ്രിൽ ചെയ്യാണ് ഞങ്ങൾ അന്നത്തെ രാത്രി ചെയ്തത്. അത് അത്യാവശ്യം എല്ലാവരും കൂടി കൂടിച്ച് നല്ലൊരു രസമായിരുന്നു.
എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്, അതായത് ചെക്കൗട്ടിൻ്റെ ദിവസം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡാണ് ഈ പാക്കേജിൽ. രാവിലെ ചിക്കൻ കറിയും പിന്നെ വെള്ളപ്പം, നൂൽപുട്ട് തുടങ്ങിയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. നമ്മൾ തലേന്ന് അവർ ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. നല്ല ഭക്ഷണമായിരുന്നു, നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണമാണ് നമുക്ക് അവർ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിസോർട്ട് ആദ്യം ഒരു വീടായിരുന്നു. ഒരു കറക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ടെറസിട്ട വീട്, ഒരു മുറ്റവും മറ്റ് ചെടി തൈകളും മരങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അത് പിന്നീട് റിസോർട്ടാക്കാണ് ഉണ്ടായത്. സ്വിമ്മിംഗ് പൂളിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമുക്ക് രാത്രിയാണെന്നുണ്ടെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ സമയം സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും മുതലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ശാന്തവും സമാധാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ റിസോർട്ട് ഒരു പണിത് വെച്ചിട്ടുള്ളത്. നോക്കിയാൽ ദൂരെ ഒരു മല കാണാം. അതിൻ്റെ അടുത്തായിട്ടൊരു റോഡ് പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഒരു ചെറിയ റോഡാണ് ഇത്. കക്കാടംപൊയിൽ ഏതൊരു റോട്ടിലൂടെ പോകുന്ന റോഡാണെന്ന് തോന്നുന്നത്. ഏതായാലും താഴെ കാണുന്നത് തന്നെയാണ് കക്കാടംപൊയിലെ മറ്റൊരു ഭാഗം. ഇവിടെ ഉള്ള പ്ലേ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷട്ടിൽ കളിക്കാനുണ്ട് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ക്യാരം ബോർഡ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി കളിക്കാനുള്ള നല്ല സൗകര്യമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പൂളിൽ ചാടി. കാരണം ഇന്ന് വെക്കേറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഒന്നുകൂടി ആടി തിമർക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പൂളിൽ കയറിയതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷട്ടിലൊക്കെ കളിച്ചുകൊണ്ട്. ഇവിടുത്തെ മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കുരിശുമല ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, ജീപ്പിൽ പോകുന്നതൊക്കെ. അത് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. അത് ഇവർ പാക്കേജ് ടീം തന്നെ നമുക്ക് സൗകര്യപ്പെടുത്തി തരും. ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം എപ്പോഴും സർക്കുലേറ്റ് ചെയ്തിട്ട് പുതിയ വെള്ളമായി മാറുകയാണ് ചെയ്യുക. അത് പലർക്കും അറിയുണ്ടാവും. ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ച വെള്ളം തന്നെ സർക്കുലേറ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് പോയിട്ട് പുതിയ വെള്ളം ഫ്രഷ് വാട്ടറായിട്ട് മാറുകയാണ്, ക്ലോറിൻ വെള്ളമായി മാറുകയാണ് ചെയ്യുന്നത്. പൂളിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഹില്ലായതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതായത് നല്ല രസമാണ്, പ്രത്യേകിച്ച് ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളത്. ചെക്ക് ഇൻ സമയം വരുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. ചെക്കൗട്ട് സമയം പിറ്റേ ദിവസം, അതായത് ഇന്ന് 12 മണിക്കാണ് ഇവർ പറയുന്നത്. ഇവിടുന്ന് ശരിക്കും നോക്കിയാൽ ഒരു മലകളും കാടൊക്കെ ആയിട്ട് ഫുള്ള് ഒരു ടൗൺ തന്നെ കാണുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കൊക്കെ ഉള്ള വണ്ടികൾ തന്നെ പാസ് ചെയ്യുന്നത്. വീക്ക് ദിവസങ്ങൾ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഇവിടെ 10 പേർക്ക് 15,000 രൂപയാണ് പാക്കേജായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ശനി ഞായർ ദിവസങ്ങളാണ് 20,000 രൂപ വരെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് കൊടുക്കാം, നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്.